ഒരു ദൈവത്തിന്റെ കണ്ണിൽ നിന്ന് ജനിച്ചതും ശാശ്വതമായ വെറുപ്പാൽ ജ്വലിക്കപ്പെട്ടതും വറ്റിപ്പോയ കരുണയുടെ കറുത്ത ജ്വാലയാണിത്. അതെ, ശാപത്തിന്റെ ആഴങ്ങളിൽ നിന്നുയർന്ന രാത്രിയേക്കാൾ ഇരുണ്ട ജ്വാലകൾ, സൂര്യനേക്കാൾ ചൂടുള്ളവ, വിധിയെ തന്നെ വിഴുങ്ങുന്ന ഒരു അന്യായ തീജ്വാല. അത് മിന്നി മറയുന്നുമില്ല, മങ്ങുന്നുമില്ല, ചാരം പോലും അവശേഷിക്കാതെ സ്പർശിക്കുന്നതെല്ലാം വിഴുങ്ങുകയും ചെയ്യുന്നു. കാലം പോലും അതിനെ ഭയപ്പെടുന്നു എന്നാണ് അവർ പറയുന്നത്. ദൈവങ്ങളാൽ ശപിക്കപ്പെട്ടതും ദുഃഖത്തിൽ നിന്ന് ജനിച്ചതും പ്രതികാരത്താൽ രൂപപ്പെട്ടതുമായ ഒരു തീജ്വാല കണ്ണുകളിൽ നിന്ന് ചോരയൊലിക്കുകയും ലോകം വിറക്കുകയും ചെയ്യുമ്പോൾ കരുണയില്ലാത്ത ഒരു അഗ്നി ജനിക്കുന്നു. ഗോഡ് ഓഫ് ഗെൻജിറ്റ്സു എന്ന അപരനാമത്തിലുള്ള ഇറ്റാച്ചി ഉച്ചിഹ ഇതിനെ അഭിസംബോധന ചെയ്തത് അമട്ടറാസു എന്നാണ്. ഓക്കെ ഫൈൻ, ഇന്ന് നമ്മൾ നറുട്ടോ യൂണിവേഴ്സിലെ അമട്ടറാസു എന്താണെന്ന് നോക്കാൻ പോകുന്നത്. അതെ, ദ ബ്ലാക്ക് ഫ്ലെയിംസ് ഓഫ് ദി സൺ. ഇതിൻ്റെ ഒറിജിൻ ആൻഡ് കഥകൾ പറയുകയാണെങ്കിൽ ഒറിജിനലി ഈ അമട്ടറാസു എന്ന് പറയുന്നത് ഷിൻഡോ റിലീജിയനിലുള്ള സൺ ഗോഡസിൻ്റെ പേരാണ്. ടൈപ്പ് ഓഫ് ജപ്പാൻ മിത്തോളജി എന്ന് തന്നെ പറയാം. നറുട്ടോ വേൾഡിൽ ഇത്, അതായത് അമട്ടറാസു റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്പിരിച്വൽ ഫയറിനെയാണ്. കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ മാംഗക്യൂ ഷെരിംഗൺ ഉപയോഗിക്കുന്ന ഒരാളുടെ ലെഫ്റ്റ് ഐയിൽ നിന്ന് അവർ വിചാരിക്കുമ്പോൾ വരുന്ന ഒരു തരം മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഫയർ സ്റ്റൈൽ ടെക്നിക്കാണ് ഈ പറഞ്ഞ അമട്ടറാസു. അതെ, ഇതൊരു ഫയർ സ്റ്റൈൽ ടെക്നിക്ക് തന്നെയാണ്. എന്നാൽ സാസ്കെ തൻ്റെ റൈറ്റ് ആയതുകൊണ്ട് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് ഇതിനെ ബ്ലേസ് റിലീസ് എന്നും വിളിക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഉച്ചിഹ ക്ലാനിൽ കണ്ടുവരുന്ന ഷെരിംഗൻ അവയ്ക്ക് ചെയ്ത് മാംഗക്യൂ ഷെരിംഗൻ എന്ന് പറയുന്ന ടോപ്പ് ടയർ ഷെരിംഗൻ കിട്ടിക്കഴിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ടോപ്പ് ടയർ ഫസ്റ്റ് ലെവലായിട്ടുള്ള ഒരു ഫയർ ടെക്നിക്കാണ് ഈ പറഞ്ഞ അമട്ടറാസു. അമട്ടറാസുവിൻ്റെ എബിലിറ്റീസ് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ അൺക്വെഞ്ചബിൾ ആയിട്ടുള്ള ബ്ലാക്ക് ഫ്ലെയിംസ് ആണ്. അതെ, എന്തിനേയും ഇരയാക്കുന്ന, എന്തിനേയും ചുട്ടു ഭസ്മമാക്കുന്ന ആ ഒരു തീജ്വാലയായിട്ടുള്ള അഗ്നി. ആ ഒരു അഗ്നി അവിടെ ഇഗ്നൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും വെള്ളത്താലോ അല്ലെങ്കിൽ വിൻഡിനാലോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സീലിംഗ് ടെക്നിക്സിലാലും ഇത് അണയ്ക്കുവാൻ സാധിക്കുകയില്ല. ഇറ്റാച്ചിയുടെ കഥകൾ അനുസരിച്ച് പറയുന്നത് 7 രാവും പകലും ഒരുപോലെ നിന്ന് കത്തിജ്വലിക്കുന്ന തീനാളമാണ് അമട്ടറാസു എന്നാണ്. അമട്ടറാസു ഒരു ചക്ര ബേസ്ഡ് ടാർഗറ്റിംഗ് സിസ്റ്റമാണ്. അതായത് ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യും. യൂസറിൻ്റെ വിഷൻ എവിടെയാണോ ലോക്കാക്കിയിരിക്കുന്നത് അവിടെ ഓട്ടോമാറ്റിക്കലി ടാർഗറ്റ് ചെയ്തിട്ട് ആ ഫ്ലെയിം അവിടെ ഇഗ്നൈറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെ അസഹനീയമായിട്ടുള്ള അന്യായ ചൂടാണ്. അവർ റിലേറ്റ് ചെയ്യുന്നത് ഒരു കത്തിജ്വലിക്കുന്ന സൂര്യനുമായിട്ടാണ് അമട്ടറാസു. അതായത് നോർമൽ ഫയർ പോലെയല്ല, അതിൻ്റെയൊക്കെ ഒരു 100,000x ആയിട്ട് വരും ഈ അമട്ടറാസു. പിന്നെ ഇറ്റാച്ചിയുടെ കേസിലല്ല, സാസ്കയുടെ കേസിൽ നമ്മുടെ സാസ്കെ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വെപ്പൺ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ തൻ്റെ വില്ലിനനുസരിച്ച് ഇതിൻ്റെ എബിലിറ്റി അല്ലെങ്കിൽ ഷേപ്പൊക്കെ മാറ്റി അതിനെ എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാനും സാസ്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇറ്റാച്ചിയുടെ രീതിയിൽ നമ്മളത് കണ്ടിട്ടില്ല. അമട്ടറാസുവിൻ്റെ വീക്ക്നെസ്സും ഡ്രോബാക്സും ഒന്ന് എടുത്തു പറയുകയാണെങ്കിൽ, ഒന്ന് മാംഗക്യോ സ്ട്രെയിൻ. അതെ, ഇത് യൂസ് ചെയ്യുന്ന ആളുടെ കണ്ണിൽ നിന്ന് ചോര ഒലിച്ചുകൊണ്ടേയിരിക്കും. ഒരു ടെമ്പററി ബ്ലൈൻഡ്നെസ്സിന് ഇടയുണ്ട് ഈ ഒരു അമട്ടറാസു റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിഷൻ പോവുക എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എറ്റേണൽ മാംഗക്യോ ഷെരിംഗൺ ഉണ്ടായിരിക്കണം. പിന്നെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ലിമിറ്റഡ് റേഞ്ചാണ്. ഒരു കൃത്യം ഡിസ്റ്റൻസിനുള്ളിൽ നിന്ന് വേണം അമട്ടറാസു ലോക്ക് ചെയ്യുവാൻ വേണ്ടി. അതായത് യൂസർ മസ്റ്റ് സീ ദ ടാർഗറ്റ് എന്ന് തന്നെ പറയാം. എന്നാൽ ഈ ഒരു അമട്ടറാസുവിൻ്റെ ഡിഫൻസ് അല്ലെങ്കിൽ കൗണ്ടർ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ സ്പേസ് ടൈം നിഞ്ചുത്സു മാസ്റ്റർ ചെയ്ത ഒരാൾക്ക്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കമുയൊക്കെ ഇല്ലേ, ആ ഒരു ടൈപ്പ് സാധനങ്ങൾ യൂസ് ചെയ്യുന്ന ഒബീറ്റോ അല്ലെങ്കിൽ കക്കാഷി, ഇവർക്കെല്ലാം ഇതിനെ ടെലിപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോകാനോ സാധിക്കും. അതുപോലെ തന്നെ ഫ്ലൈയിങ് റേഞ്ചായിട്ടുള്ള മിനാട്ടോ, ഇൻസ്റ്റൻറ്റ് റീലൊക്കേഷൻ പോലെയുള്ള ഇത്രയും മാസ്റ്ററി ആയിട്ടുള്ള ഒരാൾക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും. രണ്ടാമത്തേന്ന് പറയുന്നത് ഒരു പ്രിയംറ്റീവ് ഡോഡ്ജിങ് ടെക്നിക്ക് തന്നെയാണ്. അതെ, അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക. നമ്മുടെ ഫോർത്ത് റൈക്ക ഗെയിം, കില്ലർ ബിയും ഒക്കെ ഒരു തരത്തിൽ കുറേ ഡോഡ്ജ് ചെയ്തിട്ടുണ്ട് അമട്ടറാസു. അമട്ടറാസുവിനെ അബ്സോർപ്ഷൻ ടെക്നിക്സുമായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ പ്രേതാപാത്ത് ഉണ്ടല്ലോ, ഇത് ആ ചക്ര ബേസ്ഡ് അറ്റാക്സും അമട്ടറാസും ഉൾപ്പെടെ തന്നെ അബ്സോർബ് ചെയ്യുമെന്ന് ഡേറ്റാ ബുക്ക് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ബിജു ക്ലോക്ക് യൂസ് ചെയ്തുകൊണ്ട് കില്ലർ ബി നമ്മുടെ അമട്ടറാസുവിനെ ഓവർകം ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക എല്ലാ സ്റ്റാൻഡേർഡ് സീലിങ്ങിനെ നമ്മുടെ അമട്ടറാസു വിഴുങ്ങുക തന്നെ ചെയ്യും. എന്നാൽ കുറച്ച് സ്പെഷ്യൽ കേസ്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാൻഡ് ഷീൽഡ്, ഗാരയുടെ സാൻഡ് ഷീൽഡ്, പിന്നെ നമ്മുടെ സാസ്കയുടെ സുസാനോ,
ഇവറ്റകളൊക്കെ പോലെയുള്ള ഇത്തരം ഷീൽഡിനെ അമറ്ററാസു വിഴുങ്ങാൻ സാധിക്കുകയില്ല. ഇതൊരു ഡിഫെൻസീവ് മെഷർ തന്നെയാണ്. അമറ്ററാസുവിൻ്റെ എൻ്റർ യൂസേഴ്സിനെ പറയുകയാണെങ്കിൽ 2 പേരെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്, ഇറ്റാച്ചി ഉച്ചിഹയും സാസ്കെയും ഉച്ചിഹയും. അതെ, ഈ 2 ബ്രദേഴ്സ്, ചേട്ടനും അനിയനുമാണ് അമറ്ററാസു യൂസ് ചെയ്യുന്നതായിട്ട് നാറൂട്ടോയിൽ കാണിക്കുന്നത്. അമറ്ററാസുവിൻ്റെ ഫസ്റ്റ് യൂസ് ജിറായക്കെതിരെ ആയിരുന്നുകൊണ്ട് ഓർക്കണം. ഇതിൽ നിങ്ങൾ ഒരു കാര്യം ഇറ്റാച്ചിയുടെ എടുത്ത് നോക്കേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റാച്ചിക്ക് ആ ഒരു അമറ്ററാസുവിലുണ്ടായിരുന്ന കൺട്രോൾ അന്യായമായിരുന്നു. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഒരു കാക്കയുടെ കണ്ണിൽ നമ്മുടെ ഇറ്റാച്ചി അമറ്ററാസു സീൽ ചെയ്ത് വെച്ചിരുന്നത്. അത്രയ്ക്ക് പ്രിസൈസ് ആയിരുന്നു നമ്മുടെ ഇറ്റാച്ചി. എന്നാൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് അമറ്ററാസു യൂസ് ചെയ്യുന്ന സീരീസിൽ കാണിക്കുന്നത് സാസ്കെ ഉച്ചിഹ തന്നെയാണ്. അതിൽ ഏറ്റവും എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ എറ്റേണൽ മാങ്കിക്കോ ഷെറിംഗൻ സാസ്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്ക് സ്ട്രെയിനിങ് കൂടെ കുറവായതുകൊണ്ട് ആയിരിക്കാം എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. പിന്നീട് അദ്ദേഹം കാഗുത്സുജി അതുപോലെ ഷേപ്പ് മാനിപ്പുലേഷൻ ആയിട്ട് ചെയ്ത് അമറ്ററാസു വെപ്പൺസ് രീതിയിൽ ആക്കിയെടുക്കുകയും ചെയ്തു. സാസ്കെയുടെ ഈ ഒരു അമറ്ററാസു കൺട്രോളിന് കിട്ടിയിരിക്കുന്ന നെയിം എന്ന് പറയുന്നത് എൻറ്റോൺ എന്നാണ് കാഗുത്സുജി. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ഷിൻഡോ റിലീജിയനിലുള്ള ഒരു സൺ ഗോഡസിൻ്റെ പേരാണ് അമറ്ററാസു. അതേപോലെ തന്നെ നമ്മുടെ സൂക്കയോമി എന്ന് പറയുന്ന ഒരു മൂൺ ഗോഡാണ്. അതും ഒരു സിബ്ലിങ്സ് തന്നെയാണ്. ഇറ്റാച്ചിയുടെ റൈറ്റ് ഐ സൂക്കയോമിയും ലെഫ്റ്റ് ഐ അമറ്ററാസുവുമാണ്. ഇത്രയുമൊക്കെയാണ് നമുക്ക് അമറ്ററാസുവിനെ പറ്റി റിലേറ്റീവായി പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ മതി. ഇനിയും നാറൂട്ടോയിലെ പുതിയ അറിവുകളും പുതിയ ക്യാരക്ടർ അനാലിസിസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബോയ്, സീ യു നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. I told you long ago